ഞങ്ങളുടെ തൊട്ടടുത്തൊരു പുതിയ ഷോപ്പ് ഓപ്പൺ ആയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കയറിയതാണ്. പുതിയ കടയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് കയറി ഒന്ന് റൗണ്ട് അടിക്കുമല്ലോ. അങ്ങനെ കയറുമ്പോൾ നല്ല അവക്കാടോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി, നോമ്പൊക്കെ അല്ലേ, എന്തെങ്കിലും ഡേറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ സംഭവം എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ ഈ നല്ല അവക്കാടോ കണ്ടു. അതെടുത്തു. നല്ല പഴുത്തതായിരുന്നു കേട്ടോ. മുന്നേയൊക്കെ ഈ അവക്കാടോ ജ്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ നല്ല പഴുക്കാത്തത് കാരണം അത്രയ്ക്കങ്ങ് ഒരു ടേസ്റ്റ് ഉണ്ടായില്ലേ. അപ്പോൾ ഇപ്പോൾ ഇത് നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണത്തിന് ഇത്തിരി ജാസ്തിയാണ് റേറ്റ്, എന്നാലും പ്രശ്നമില്ല, രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ഹാഫ് പോർഷൻ എടുത്താൽ നമുക്ക് രണ്ടാൾക്ക് എന്തായാലും 2 ഗ്ലാസ് ജ്യൂസ് ആക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അങ്ങ് റെഡിയാക്കാമെന്ന് കരുതി. അതിൻ്റെ ആ ഒരു കുരുവൊക്കെ മാറ്റിയിട്ട് അതിനകത്തുനിന്ന് അതൊന്ന് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. നല്ല പഴുത്തതായത് കാരണം ആ ഒരു അതിൻ്റെ തോലിൽ ഒരു ലേശം പോലും ഇരിക്കാതെ നമുക്ക് നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഫുള്ള് രണ്ടും ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചിലർ ഇതിൽ തേനൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാനിതിൽ ഐസ്ക്രീം ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഐസ്ക്രീം ഇട്ടുണ്ടാകുമ്പോൾ ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം. പാല് ചേർക്കുന്ന ആ സംഭവത്തിൽ ഐസ്ക്രീം ഇടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ അതിന് ഫുള്ളായിട്ട് സ്കൂപ്പ് ചെയ്തിട്ടിട്ട് ബാക്കി ഇതിൽ ചേർക്കാനുള്ള ഐറ്റംസ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കാം. ചില ആൾക്കാർ ചെയ്യുമ്പോൾ ഈ ഒരു അവക്കാടോ മാത്രം ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാറുണ്ട്. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിതേ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് കണ്ടില്ലേ, ഇതിൻ്റെ ഇത്രയും ഒരു നൈസായിട്ട് എൻ്റെ പാടം മാത്രമേ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തോല് ജസ്റ്റ് നമ്മളെങ്ങനെ പീൽ ചെയ്യുമ്പോൾ പോവും ആ ഒരു ടൈപ്പിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഐസ്ക്രീം ഒരു ചെറിയ സ്പൂണിന് ഒരു 5 സ്പൂൺ ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാനില, നമ്മൾ വാനില ഫ്ലേവർ തന്നെ ഇട്ടാൽ മതി, വേറെ ഇടണ്ട. അങ്ങനെ ആ ഒരു വാനില ഫ്ലേവർ ഐസ്ക്രീം കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ പാല് നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കണം. ഞാൻ 2 ഗ്ലാസ് പാലാണ് ഈ ഒരു ഫുൾ അവക്കാഡോയിലോട്ട് ചേർക്കുന്നത്. വേണമെങ്കിൽ ഒരു 3 ഗ്ലാസ് വരെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പാല് ചേർത്ത് അതിൽ 1 ഗ്ലാസ് ഒന്ന് നല്ല ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഉണ്ടായിരുന്ന 1 ഗ്ലാസ് ജസ്റ്റ് തണുപ്പിച്ചെടുത്തതാണ്. അത് ഞാൻ തണുപ്പിച്ചെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ചൂടൊന്ന് മാറ്റിയെടുത്തു. പിന്നെ കുറച്ച് ഐസ് ക്യൂബും കൂടെ പിന്നെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊരു 2-3 ഗ്ലാസ്സിന് നമുക്കത് കിട്ടും എന്തായാലും. അങ്ങനെ പഞ്ചസാര ഇടുന്നുണ്ടായിരുന്നില്ല, അതിന് പകരമാണ് ഐസ്ക്രീം ചേർത്തിട്ടുണ്ടായിരുന്നത്. അത് അടിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അവക്കാഡോയുടെ ടേസ്റ്റ് നമ്മൾ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആ സംഭവം എന്തോ പോലെ നമുക്ക് തോന്നും, പക്ഷേ ഇത് നമ്മൾ ജ്യൂസാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നന്നായിട്ട് നല്ല അരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ കൂടെ ചേർത്തിട്ട് ഞാൻ അതിൻ്റെ ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിക്കുകയാണ്. ഒരു 3 ഗ്ലാസ്സിന് ഷുവറായിട്ടുണ്ടായിരുന്നു, 3 വലിയ ഗ്ലാസ്സിന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് 2 ഗ്ലാസ്സിലോട്ട് ആക്കിയിട്ട് ഞങ്ങൾ നോമ്പ് മുറിക്കാൻ സമയത്ത് റെഡിയാക്കിയതാണ് കേട്ടോ. 2ാമത്തെ നോമ്പിൻ്റെ ദിവസം ഇതൊന്ന് റെഡിയാക്കിയെടുത്തു. ഇതായിരുന്നു നോമ്പ് മുറിക്കുമ്പോഴുള്ള സ്പെഷ്യൽ കേട്ടോ. അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ. പിന്നെ ഇതിൽ പാല് ചേർക്കുമ്പോൾ കവർ പാലാണ് ചേർക്കുന്നതെങ്കിൽ നമ്മളിതിനെ കാച്ചാനും തണുപ്പിക്കാനും ഒന്നും പോകണ്ട. ഇതിൽ പഞ്ചസാരയും തേനൊക്കെ ഒഴിച്ച് റെഡിയാക്കുന്നതിനേക്കാളും ഐസ്ക്രീം ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്.